മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരം ഇല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് വസ്തുതാന്വേഷണമാണ്. ശുപാർശകൾ നടപ്പാക്കണം എന്ന് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ലെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. ശ്രീകാന്ത് തന്നെയാണ് നമ്മളോടൊപ്പം തുടരുന്നത് ഈ വാർത്തയുമായി, അതിന്റെ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരങ്ങളില്ല എന്നാണോ സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ സാധുത അല്ലെങ്കിൽ അതിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളെ എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കുക? കേവലം ഒരു വസ്തുതാന്വേഷണം എന്ന നിലയിൽ മാത്രമാണോ ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സർക്കാർ മാനിക്കുന്നത്? എന്താണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഗോപി. അതായത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ജുഡീഷ്യൽ അധികാരമോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ കമ്മീഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് വസ്തുതാന്വേഷണം മാത്രമാണ്. ഇതിന്റെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല എന്നും സർക്കാർ പറയുന്നുണ്ട്. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതായത് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ജുഡീഷ്യൽ കമ്മീഷനുകളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ ശുപാർശകൾ നൽകാൻ മാത്രമേ അവർക്ക് സാധിക്കൂ. അതിൽ ഉത്തരവിടാൻ അവർക്ക് സാധിക്കില്ല. ആ ശുപാർശകൾ പരിഗണിക്കണമോ അതിന്മേൽ നടപടിയെടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അത് മുൻപും അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിലും അതിൽ മാറ്റമില്ല. അത് കൃത്യമായി രേഖാമൂലം സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വന്നിട്ടുള്ള ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ എന്ന് പറയുന്നത് അതൊരു വസ്തുതാന്വേഷണ കമ്മീഷൻ മാത്രമാണ്. അതിന് ഒരു തരത്തിലുള്ള അധികാരവുമില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് കമ്മീഷന്റെ പരിശോധനാ വിഷയമെന്നും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നും ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്യാൻ ഈ വഖഫ് സംരക്ഷണ സമിതി അവരാണ് ചോദ്യം ചെയ്തു പോയത്. അവർക്ക് അധികാരമില്ലെന്നും സർക്കാർ പറയുന്നുണ്ട്. എന്തായാലും ആ കേസ് പിന്നീട് പരിഗണിക്കാനായി ഇപ്പോൾ കോടതി മാറ്റിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിയത്. അന്ന് അതിൽ വിശദമായ വാദം കേൾക്കും. ശരി, എസ് ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നൽകുന്നത്. മുൻപം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് കേവലം വസ്തുതാന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയില്ല എന്നുമാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ നടക്കുന്ന സമരങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളിലൊക്കെ വളരെ നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു നിലപാടായി സർക്കാരിന്റെ ഈ സത്യവാങ്മൂലത്തിലെ നിലപാട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീകാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.